ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. നീ ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുപോരാ യേശുനാഥ, നിന്റെ സ്നേഹം. നീ ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനമല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 9:9 ശ്രദ്ധിച്ചോട്ടെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ആ തലമുറയില് ആൾക്കാർ ഒത്തിരി വെറുത്ത ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ചുങ്കക്കാർ. പക്ഷെ യേശു പോകുന്ന വഴിക്ക് ഒരു ചുങ്കക്കാരനായ മത്തായിയെ കാണുന്നു. കർത്താവിനോട് പറയുക, എന്നെ അനുഗമിക്കുക. നല്ല വ്യക്തിത്വമുള്ളവർക്കും നല്ല കുടുംബത്തിൽപ്പെട്ടവർക്കും ഒക്കെ മാത്രം ഉള്ള സ്ഥലമല്ല യേശുവിൻ്റെ സ്ഥലം. ചുങ്കക്കാർക്കും പാപികൾക്കും ഒക്കെ വന്ന് കർത്താവിൻ്റെ കൂടെ വന്ന് ജീവിതം മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് യേശുവിൻ്റെ പാദം. ജീവിതത്തിനകത്ത് ഒത്തിരി കുറവുകളൊക്കെ ഉള്ളത് കൊണ്ട് ദൈവത്തിന് നിന്നെ വേണ്ട എന്ന് നീ പറയരുത്. ജീവിതത്തിനകത്ത് ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചത് കൊണ്ട് എന്നെ കർത്താവിന് ആവശ്യമില്ലെന്നും നീ പറയരുത്. സമൂഹത്തിനകത്ത് വലിയ വിലയും നിലയും ഒന്നുമില്ലാതെ വെറുക്കപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട് കർത്താവിനും ഇഷ്ടമില്ലെന്ന് നീ ചിന്തിക്കരുത്. ദേ കർത്താവ് നിന്റെ അടുക്കിലൂടെ വരുന്നു. അങ്ങോട്ട് അവൻ കയറി ചോദിച്ചില്ല. കർത്താവ് ഇങ്ങോട്ട് അവനോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അടുത്ത വാക്കാണ് പ്രാധാന്യം. അവനത് കേട്ട ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് അവിടെ ഇരിക്കരുത് കേട്ടോ, എഴുന്നേൽക്കണം. കർത്താവ് എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അടുത്തൊരു ആക്ഷൻ നിങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കും. ഒന്ന് എഴുന്നേൽക്കുക, ഒരാമയും പറയുക, ഒന്ന് നടക്കുക, ഒന്ന് സ്തോത്രം ചെയ്യുക. യെസ്, ഒരു തീരുമാനമെടുക്കുക. നിങ്ങളത് ചെയ്തിരിക്കണം. വെറുതെ ദൈവശബ്ദം കേട്ട് 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 തല കുലുക്കി നിങ്ങൾ പോകരുത്. പ്രതികരിക്കണം കേട്ടോ. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവൻ എഴുന്നേറ്റു. കാരണം ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ ആ വിളിയുടെ ഗൗരവം കുറയാൻ സാധ്യതയുണ്ട്, അത് മങ്ങാൻ സാധ്യതയുണ്ട്, അത് തണുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്ന ഉടനെ അത് ചെയ്യണം. പലപ്പോഴും ദൈവം രാത്രിയിൽ കാണിക്കുന്നൊരു സ്വപ്നം നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൻ്റെ തീവ്രതയിൽ
രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാന്ന് പറയും. രാവിലെ ആകുമ്പോൾ ആ സ്വപ്നത്തിന് അത്ര തീവ്രത ഉണ്ടാകത്തില്ല. എപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുമോ, എപ്പോൾ നിങ്ങളെ ഉണർത്തുമോ, എപ്പം ദൈവം നിങ്ങളെ തൊടുമോ, അപ്പോൾ തന്നെ നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിങ്ങളൊരു ചരിത്രമാകും. മത്തായി സമയം കളഞ്ഞില്ല, ചാടി എഴുന്നേറ്റു, കർത്താവിനോട് നടക്കാൻ തുടങ്ങി. അവനത്രേ ഒരത്ഭുത മനുഷ്യനായി പിന്നത്തേതിൽ മാറ്റപ്പെട്ടത്. ദൈവം ഇന്ന് പകൽ പറയുന്നു, ഇന്നലകളുടെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും കർത്താവ് നോക്കുന്നില്ല കേട്ടോ. നീ എവിടെയായിരിക്കുന്നു അവിടെ വന്ന് നിന്നെ വിളിക്കുകയാണ്. ചുങ്കസ്ഥലത്ത് നിന്ന് പൊക്കിയ ചുങ്കക്കാരമത്തായി നീ ഇരിക്കുന്നിടത്ത് വന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. നീ ആയിരിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുവരുന്നു. നിരാശയിൽ ഇരുന്ന പത്രോസിന്റെ അടുക്കൽ വന്ന് അവനെ നിറവ് നൽകി വിളിച്ച ദൈവം നീ ഇരിക്കുന്നിടത്ത് നിന്നെ വിളിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കുക, ദൈവശബ്ദത്തോട് പ്രതികരിക്കുക, മുൻപോട്ട് വരിക, യാത്ര തുടരുക, യേശുവിൻ്റെ ഒപ്പം നടക്കുക. ഈ നിനക്ക് വലിയൊരു പങ്കുണ്ട് ഈ ദൈവരാജ്യത്തിൽ. അവഗണനകളും ജനത്തിന് ഇഷ്ടമില്ലായ്മയൊന്നും നീ ശ്രദ്ധിക്കണം. ദൈവം നിന്നെ ഒരു വിലയേറിയ മുത്താക്കി മാറ്റും. കർത്താവിന് ഈ തലമുറയിൽ നിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിന്റെ കണ്ണിൽ നോക്കി പറയുന്നു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, വരിക കൂടെ. യെസ്, കർത്താവ് നിങ്ങളെ വിളിക്കുന്നേ. യേശുവിന്റെ പുറകെ വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവ്, എപ്പോഴും അങ്ങ് ഞങ്ങളെ വിളിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങ് വിളിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്, യേശുവിലേക്ക് തിരിയുമ്പോൾ കർത്താവെ വഴികളെല്ലാം തുറക്കുകയും കർത്താവെ വലിയ അത്ഭുതമായി മാറുകയും നാളുകൾക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയും. കർത്താവെ, ഈ മക്കൾ അങ്ങിലേക്ക് തിരിയുകയാണപ്പ. കർത്താവെ, അങ്ങ് വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ ചെയ്യണമേ, വലിയ വഴികളെ തുറന്നു കൊടുക്കണമേ. കർത്താവെ, യേശുവെ അങ്ങ് വലിയ അതിശയ വിഷയമാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ കർത്താവിൻ്റെ പുറകെ നടക്കാൻ വിളിക്കുന്നല്ലോ, കർത്താവിൻ്റെ കൂടെ നടക്കാൻ വിളിക്കുന്നല്ലോ, കർത്താവിൻ്റെ തട്ടിയുരുമി നടക്കാൻ വിളിക്കുന്നല്ലോ. കർത്താവെ, ഇനിയുള്ള നാളുകൾ ഇവർ തനിച്ചുള്ള യാത്രയല്ല, കർത്താവിൻ്റെ ഒപ്പം നടന്ന് കർത്താവിൻ്റെ വാഗ്ദത്തത്തിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്കും കർത്താവിൻ്റെ ദൗത്യങ്ങളിലേക്കും കർത്താവിൻ്റെ ശുശ്രൂഷകളിലേക്കും കർത്താവിനെ വിളിച്ച് കയറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, അത്ഭുതമാക്കി പ്രാർത്ഥിക്കുകയാണ്, ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവകൃപയിൽ അവരെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ചെയ്യാനുള്ള എല്ലാ കാര്യം ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.